പല്ലവ രാജവംശ തലസ്ഥാനമായിരുന്ന കാഞ്ചീപുരത്തെ ഏകാംബരേശ്വര ക്ഷേത്രം പഞ്ചഭൂത തത്വങ്ങളിൽ ഭൂമി തത്വത്തെ പ്രതിനിധീകരിക്കുന്ന ശിവക്ഷേത്രമാണ്. പല്ലവ കാലഘട്ടത്തിൽ ആരംഭിച്ച് പിൽക്കാലത്ത് ചോള രാജാക്കന്മാരും വിജയനഗര ഭരണാധികാരികളും വികസിപ്പിച്ചതാണ് ഈ ക്ഷേത്രം. ഉയരമാർന്ന രാജഗോപുരം, വിശാലമായ പ്രാകാരങ്ങൾ, മനോഹരമായ മണ്ഡപങ്ങൾ, സൂക്ഷ്മമായ ശിലാശില്പങ്ങൾ, ഭീമാകാരമായ തൂണുകൾ എന്നിവയെല്ലാം ക്ഷേത്രത്തിന്റെ നിർമ്മാണ മികവും കലാപാരമ്പര്യവും പ്രകടമാക്കുന്നു. ക്ഷേത്രത്തിലെ തീർത്ഥക്കുളമാണ് കമ്പതീർത്ഥം. 1008 ചെറു ശിവലിംഗങ്ങൾ ഉൾക്കൊള്ളുന്ന സഹസ്രലിംഗം ശ്രദ്ധേയമായ ഒരു ശില്പസൃഷ്ടിയാണ്. ശൈവ ഭക്തി പ്രസ്ഥാനത്തിലെ 63 നായനാർമാരുടെ ശിലാരൂപങ്ങൾ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഐതിഹ്യമനുസരിച്ച് പാർവതി ദേവി ശിവഭഗവാനെ ആരാധിച്ച് ഇവിടെ തപസ് അനുഷ്ഠിച്ചിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിലെ പുരാതന മാവിൻ മരം ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഭക്തിപൂർവ്വം ആദരിക്കപ്പെടുന്നു. നൂറ്റാണ്ടുകളായി ഭക്തരെയും വാസ്തുവിദ്യാകുതുകികളെയും ചരിത്രാന്വേഷകരെയും ഒരുപോലെ ആകർഷിച്ചുവരുന്ന ഈ ക്ഷേത്രം കാഞ്ചീപുരത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെയും ക്ഷേത്ര വാസ്തുവിദ്യയുടെയും മഹത്തായ പ്രതീകമായി ഇന്നും നിലകൊള്ളുന്നു.